ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചെസ്റ്റ് അളവ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കാണുക എന്നുള്ളതും അതേപോലെ തന്നെ ഓരോ അളവിനും എത്രയാണ് ലെങ്ത്ത് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൻ്റെ നെക്കിൻ്റെ ഹൈറ്റ് എത്ര വരിക എന്നുള്ളതും. ബാക്ക് നെക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ടുള്ള നെക്കിൻ്റെ ഇറക്കാണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ വരിക എന്നുള്ളതും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിന് ഡാട്ട് ഇടുമല്ലോ, ആ ഡാട്ടിൻ്റെ ഹൈറ്റ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും, 3 ഇഞ്ച് വരിക. അതിൻ്റെ വിഡ്ത്ത് എത്ര വരിക എന്നുള്ളതുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് ഓരോ മെഷർമെൻറ്റിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നമ്മൾ മുഴുവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഷോൾഡർ മുതൽ ഈ താഴെ വരെ ഉള്ള ഇറക്കമുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ബോഡി പാർട്ടിൽ ഇറക്കം എന്ന് പറയുന്ന ഭാഗം. ബാക്ക് സൈഡിൻ്റെ ഈ ഇറക്കത്തിൻ്റെ മെഷർമെൻ്റാണ് നമ്മൾ കാണുന്നത്. ഷോൾഡർ മുതൽ നമ്മളെ ഇടുപ്പളവ് നമുക്ക് എത്രയാണോ ഇറക്കം വരുന്നത് അതുവരെയുള്ള അളവാണ് നമ്മൾ മെഷർമെൻറ്റ് ചാർട്ടിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് 28 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് എത്രയാണ് നമ്മുടെ ലെങ്ത്ത് വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെസ്റ്റ് കാണണം. ചെസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള 28ആണ്. അപ്പം നമ്മൾ ചെസ്റ്റിനെ ആദ്യം 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹരിച്ച് കിട്ടിയ സംഖ്യയെ കൊണ്ട് +4 കൊണ്ട് നമ്മൾ കൂട്ടണം. അപ്പോൾ 28നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 7ആണ് വരിക. ആ 7നെ +4 കൊണ്ട് കൂട്ടുമ്പോൾ 7ൻ്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 വരും. അപ്പോൾ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടേപ്പില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് ഇത് 4 ആക്കി മടക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ 4 കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയ സംഖ്യ നമുക്ക് 7ആണ്. ആ 7ൻ്റെ കൂടെ +4 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 11 കിട്ടും. ഈ അളവാണ് 28 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നമുക്ക് ബാക്ക് സൈഡിൽ ലെങ്ത് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 11 ഇഞ്ചാണ് വരിക. ആ 11 ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു അളവും കൂടി നോക്കാം. 30 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് നമ്മൾ 30 ഹരിക്കണം 4. അപ്പോൾ നമുക്ക് 7 വരിക. 30നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 7 വരിക. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടേപ്പ് 4 ആക്കി മടക്കി പിടിച്ചാലും കിട്ടും, 30നെ 4 കൊണ്ട് ഹരിച്ചാലും കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് 7 കിട്ടിയുള്ളത്. ആ 7ൻ്റെ കൂടെ +4 കൂട്ടിക്കഴിഞ്ഞാൽ 11.5 കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ 30ൻ്റെ നേരെ 11.5 എഴുതി കൊടുക്കുക. ഇപ്പം നമുക്ക് ബാക്ക് സൈഡിൽ ലെങ്ത്ത് കിട്ടാനുള്ള മെഷർമെൻറ്റ് നിങ്ങൾ പഠിച്ചില്ല. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ചെസ്റ്റ് അളവും കൂടി ചാർട്ട് രൂപത്തിൽ എഴുതി വെക്കാം. അപ്പോൾ 32 വരുമ്പോൾ നമ്മൾ 12ആണ്, 34 വരുമ്പോൾ 12.5, 36 വരുമ്പോൾ 13, 38 വരുമ്പോൾ 13.5, 40 വരുമ്പോൾ 14, 42 14.5, 44 15, 46 15.5 ഇങ്ങനെ കൊടുക്കുക. ഓരോ മെഷർമെൻറ്റിൻ്റെയും കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 48 16, 50 16.5, 52 17 ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ ലെങ്ത്ത് വരിക. പിന്നെ 28 സൈസ് 30 സൈസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ആളുകളുടെ ലെങ്ത്ത് ആവും. അവർക്കൊക്കെ നമ്മൾ 11 11.5 ഒക്കെ എടുത്താലും ചില ആളുകൾക്ക് ചെസ്റ്റ് അളവ് കുറവാകും, പക്ഷെ അവർ ഹൈറ്റ് ഉണ്ടാവും, അവർക്കൊക്കെ ഈ ലെങ്ത്തിൽ മാറ്റം വരും. അവർക്കൊക്കെ അപ്പോൾ 14 15 ഒക്കെ എടുക്കേണ്ടി വരും. ചില ആളുകൾ തടിയില്ലാത്ത ആളുകളുണ്ടാവും, ചെസ്റ്റ് കുറഞ്ഞിട്ട് ലെങ്ത്ത് കൂടിയവർക്ക് അവർക്ക് മാറ്റങ്ങൾ വരും. ഇത് നമ്മൾ നോർമൽ മെഷർമെൻറ്റിൻ്റെ അളവാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇറക്കൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ബ്ലൗസുകളൊക്കെ റെഡിമെയ്ഡ് അടിച്ച് കിട്ടുന്ന ബ്ലൗസ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ചെസ്റ്റ് അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ബ്ലൗസിൻ്റെ എടുത്ത് തരിക ചെയ്യുക. അപ്പോൾ ആ മെഷർമെൻറ്റ് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഹൈറ്റ് കാണണം. ഇത് ഡീപ്പായിട്ടുള്ള നെക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നമ്മളെ നോർമൽ നെക്കിൻ്റെ അളവല്ല പറയുന്നത്. ഡീപ്പായിട്ടുള്ള നെക്ക് എങ്ങനെ കാണുക എന്നുള്ളതാണ് ബാക്ക് സൈഡിൽ. നമ്മളിതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഡീപ്പ് നെക്ക് വരുമ്പോൾ ഷോൾഡറിലും ആം ഹോളിലൊക്കെ വരുന്ന മാറ്റങ്ങളൊക്കെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഇനി ബാക്ക് സൈഡിൽ ലെങ്ത്ത് കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആം ഹോള് കാണണം. ആം ഹോള് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ -1/2 ഇഞ്ച് കുറക്കണം. 5 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് -1/2 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 4.5 കിട്ടും. ഈ 4.5ൻ്റെ കൂടെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട് ഇതിൽ 2, 3, 4. ഈ ഇക്വേഷനിൽ ഏതും നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ കൂട്ടി കൊടുക്കാം. അപ്പം 4.5 ആണെങ്കിൽ നമുക്ക് 2 കൂട്ടി കൊടുത്താൽ 5, 6.5 വരും. പക്ഷെ ഞാൻ എപ്പോഴും കൂട്ടാറുള്ളത് 3 ഇഞ്ചാണ്. 2 ഇഞ്ച് കൂട്ടുകൾക്ക് 2 ഇഞ്ച് കൂട്ടാം, 3 ഇഞ്ച് കൂട്ടുകൾക്ക് 3 ഇഞ്ച് കൂട്ടാം, 4 ഇഞ്ച് കൂട്ടുകൾക്ക് 4 ഇഞ്ച് കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ബാക്കിൻ്റെ ഡീപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ കൂട്ടുന്നത് 3 ഇഞ്ചാണ്. നല്ല ഡീപ്പ് നെക്ക് വേണ്ടവരുടെ കാര്യമാണ് ഈ പറയുന്നത്. 3 ഇഞ്ച് കൂട്ടും. അപ്പോൾ 5.5, 6.5, 7 ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആം ഹോള് വരിക. ഇപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ ആം ഹോള് നമുക്ക് 7 ഇഞ്ച് വരും. അപ്പം അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേറൊരു ആം ഹോളും കൂടി ജസ്റ്റ് നമ്മൾ ഒന്ന് ചെയ്ത് നോക്കാം. ഉദാഹരണം, നമുക്കൊരു 5.5 ഇഞ്ച് ആം ഹോള് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു 5.5 ഇഞ്ച് ആം ഹോള് കിട്ടി. അതിൽ നിന്ന് -1/2 ഇഞ്ച് കുറച്ചു. അപ്പോൾ നമുക്ക് 5 കിട്ടി. അതിൻ്റെ കൂടെ +3 ഇഞ്ച് കൂട്ടും. അപ്പോൾ 8 ഇഞ്ച് നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് വരും. ആം ഹോൾ എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറക്കുക. പിന്നെ ഇക്വേഷൻ തന്ന 2 ആണെങ്കിൽ 2 കൂട്ടുക, 3 ആണെങ്കിൽ 3 കൂട്ടുക, 4 ആണെങ്കിൽ 4 കൂട്ടുക. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് എന്നുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 28 ചെസ്റ്റ് വരുമ്പോൾ നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കുക. 28 വരുമ്പോൾ നമുക്ക് 7 ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. 7 നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 7 മാർക്ക് ചെയ്ത് കൊടുക്കുക. 30നും നമ്മൾ 7 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ 32ന് നമ്മൾ 7.25 മാർക്ക് ചെയ്യുന്നത്. 34ന് നമ്മൾ ഇപ്പോൾ ഒന്നുകൂടി പറയാം. 28ന് നമ്മൾ 7 മാർക്ക് ചെയ്തു, 30ന് നമ്മൾ 7 മാർക്ക് ചെയ്തു, 32ന് 7.25 മാർക്ക് ചെയ്തു, 34ന് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 8 മാർക്ക് ചെയ്ത്, 36ന് നമ്മൾ 8.5 മാർക്ക് ചെയ്ത്, 38ന് നമ്മൾ 8.25 മാർക്ക് ചെയ്ത്, 40ന് നമുക്ക് 9 മാർക്ക് ചെയ്യാം. 42ന് നമുക്ക് നിങ്ങൾക്ക് എത്രയാണോ നോക്കണോ അതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. 40ന് നമ്മൾ 9.5 മാർക്ക് ചെയ്ത്, 42ന് 9.25 മാർക്ക് ചെയ്ത്, 44ന് 9.25, 46ന് 10 ഇഞ്ച്, 48ന് 10.5 ഇഞ്ച്, 50നും 10.5 ഇഞ്ച്, 52ന് 10.25 ഇഞ്ച്. നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓരോ മെഷർമെൻറ്റും അതിൻ്റെതായ രീതിയിൽ തന്നെ എഴുതി വെക്കണമെങ്കിലുള്ളൂ. ഇത് മറന്നു പോകാതിരിക്കാൻ നമ്മളൊരു നോട്ടും പേനയും എടുത്തിട്ട് എഴുതി വെക്കുക. ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് റിഗാളും കൂടി ജസ്റ്റ് ഒന്ന് നോർമല് ഒരു റിഗാളും കൂടി പരിചയപ്പെടുത്താണ്. ഇതിപ്പോൾ 28 ചെസ്റ്റ് അളവുള്ള ആളതാന്ന് കരുതുക. നേരത്തെ നമ്മൾ ചെയ്തത് 28 ചെസ്റ്റ് അളവുള്ള ആൾക്ക് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 7 വന്ന്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 4.5 ഇപ്പോൾ ഒരാൾക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് വന്നെന്ന് കരുതുക. അതിൽ നിന്ന് -1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഇഞ്ചായി മാറും. അതിൻ്റെ കൂടെ +3 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞ് 7 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വരിക. അപ്പം നമുക്ക് 2 രീതിയിൽ നെക്ക് ലെങ്ത്ത് കിട്ടി. നേരത്തെ നമ്മൾ 28 ചെസ്റ്റുള്ള ആൾക്ക് നമുക്ക് 5 ആയിരുന്നു റിഗാള് വന്നത്. അപ്പോൾ 7 കിട്ടി. ഈ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടിയത്. 4.5 വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് -1/2 ഇഞ്ച് കുറച്ചു. അപ്പോൾ 4 കിട്ടി. അതിൻ്റെ കൂടെ +3 കൂട്ടി. അപ്പോൾ 7 ഇഞ്ച് കിട്ടി. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് വരാം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡാട്ടിൻ്റെ ഹൈറ്റ്. ഡാട്ട് ഹൈറ്റ് എല്ലാവർക്കും 3 ഇഞ്ച് തന്നെ വരിക. പക്ഷെ ഡാട്ടിൻ്റെ വിടുത്താണ് നമുക്ക് മാറ്റം വരിക. ഡാട്ട് വിടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപോലല്ല വരിക. നമ്മളെ ചെസ്റ്റിനെ കൊണ്ട് നമ്മൾ 10 കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണ് ഡാട്ടിൻ്റെ വിടുത്ത് നമുക്ക് കാണാൻ പറ്റുക. ഇനി ആ ഇക്വേഷൻ കൂടി നിങ്ങൾക്ക് എഴുതി കാണിക്കാം. 3 മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെസ്റ്റ് ഹരിക്കണം 10.
ചെസ്റ്റ് ഹരിക്കണം 10. അപ്പം നമുക്ക് എത്രയാണ് കിട്ടുക നോക്കുക. 28ആണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 2.25 കിട്ടും. ആ 2.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഈ അറ്റത്ത് നിന്ന് നമ്മുടെ ഈ ടെക്കിലോട്ടാണ് നമ്മൾ 2.25 മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങോട്ടേക്കാണ് 2.25 മാർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നോർമൽ എല്ലാവർക്കും ഡാട്ടിൻ്റെ ഹൈറ്റ് 3 ഇഞ്ച് തന്നെ വരിക. ഡാട്ടിൻ്റെ വിടുത്താണ് മാറ്റം വരുള്ളൂ. അപ്പം നമുക്ക് 30 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് വരും. 32 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 3.25 വരും. 34 ഇഞ്ച് വരുമ്പോൾ 3.5 വരും. 36 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 3.25 വരും. 36 വരുമ്പോൾ നമ്മൾ 3.5 തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 38 വരുമ്പോൾ നമുക്ക് 3.25 വരും. 40 വരുമ്പോൾ നമുക്ക് 4 ഇഞ്ച് വരും. ഒന്നും കൂടി പറയാം. 28 വരുമ്പോൾ 2.25, 30 3 ഇഞ്ച്, 32 3.25, 34 3.5, 36 3.5, 38 3.25, 40 4, 42 4.25, 44 4.5, 46 4.5, 46 4.5, 48 4.25, 50 5 ഇഞ്ച്, 52 5.25. ഈ രീതിയിലാവും നമ്മുടെ അളവുകൾ വരിക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ ലെങ്ത്ത് കാണാം. ചെസ്റ്റിനെ 4 കൊണ്ട് ഹരിക്കുക. അതിൻ്റെ കൂടെ +4 കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക് സൈഡിൻ്റെ ലെങ്ത്ത് കിട്ടും. ഹൈറ്റ് കിട്ടാൻ ആം ഹോളിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ഇക്വേഷനിലുള്ള 2 3 4 സംഖ്യയിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കുക. ബാക്ക് സൈഡിൻ്റെ ഡാട്ട് കാണാം. ചെസ്റ്റിനെ 10 കൊണ്ട് ഹരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.